രാവിലെ അലാറം മുഴങ്ങുന്നതിനും എത്രയോ മുൻപേ പാറു കണ്ണു തുറന്നിരുന്നു. അലാറത്തിന്റെ ആ ശബ്ദം കേൾക്കാൻ കാത്തു നിൽക്കാതെ തന്നെ അവൾ ഉണർന്നു കഴിഞ്ഞിരുന്നു. സത്യത്തിൽ അവൾ ഉറങ്ങിയിരുന്നില്ല. രാത്രി മുഴുവൻ കണ്ണുകൾ അടച്ചു കിടന്നു എന്നതല്ലാതെ മനസ്സുണർന്നിരുന്നു. ഓരോ തവണ കണ്ണുകൾ മടക്കി ഇരുട്ടിലേക്ക് നോക്കുമ്പോഴും ഫോണിലെ ആ മെസ്സേജ്, ആ ഭയാനകമായ ഫോട്ടോ, നിഴൽ രൂപത്തിൽ അവളെ പിടികൂടാൻ വരുന്ന ആ കറുത്ത മനുഷ്യൻ, എല്ലാം അവളുടെ മുന്നിൽ തെളിഞ്ഞു വന്നു. മനസ്സിലെ ആ കാഴ്ചകൾക്ക് ഒരു സിനിമയുടെ ക്ലൈമാക്സ് പോലെ അവസാനമേ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ പുലർച്ചെ കിഴക്ക് വെളിച്ചം ജനലിലൂടെ അരിച്ചു കയറി ഭിത്തിയിൽ പതിച്ചപ്പോൾ മാത്രമാണ് രാത്രി അവസാനിച്ചതെന്ന് അവൾക്ക് തോന്നിയത്. പക്ഷേ ആ വെളിച്ചം അവൾക്കൊരു പുതിയ തുടക്കമായിരുന്നില്ല, മറിച്ച് പേടിയുടെ ഒരു പുതിയ ദിനത്തിലേക്കുള്ള തുടക്കം മാത്രമായിരുന്നു. കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും ശരീരത്തിന് ശക്തിയില്ലായിരുന്നു. ഓരോ അസ്ഥിയും വേദനിക്കുന്നത് പോലെ, തല പൊട്ടിപ്പിളരുന്നത് പോലെ ഒരു ഭാരവും നീറ്റലും. അവൾ പതിയെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നു. സ്വന്തം മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് ഭയമായിരുന്നു. ആ പ്രതിബിംബം കണ്ട് അവൾ പെട്ടെന്ന് കണ്ണുകൾ മാറ്റിക്കളഞ്ഞു. കാരണം അവിടെ കണ്ടത് ഒരു 17-കാരിയെ ആയിരുന്നില്ല. ഒരുപാട് പേടികൾ ചുമന്ന് നടക്കുന്ന, പ്രായത്തിനു മുൻപേ നരച്ച ഒരു ചെറിയ കുഞ്ഞിനെയായിരുന്നു. ചില കുട്ടികൾ വയസ്സുകൊണ്ട് വളരുന്നവരല്ല, വേദനകൾ കൂടുന്നത് കൊണ്ട് വളരുന്നവരാണ്. അങ്ങനെ വളരുന്ന കുട്ടികൾക്ക് ബാല്യം വല്ലാത്തൊരു തിരക്കോടെ പാതി വഴിയിൽ അവസാനിച്ചു പോകും. പാറുവിൻ്റെ ബാല്യവും അങ്ങനെ മരിച്ചു പോയിരിക്കുന്നു. സ്കൂളിലേക്ക് പോകുന്ന വഴിയിലും അവളുടെ മനസ്സ് ശാന്തമായിരുന്നില്ല. റോഡിലൂടെ കടന്നു പോകുന്ന ഓരോ ബൈക്കിൻ്റെ ശബ്ദവും അവളിൽ നടുക്കമുണ്ടാക്കി. ഓരോ അപരിചിത മുഖത്തെയും അവൾ സംശയത്തോടെയും ഭയത്തോടെയും നോക്കി. ആരായിരിക്കും അയാൾ? തന്നെ പിന്തുടരുന്നുണ്ടോ? തൻ്റെ ഓരോ ചുവടും ആരെങ്കിലും നിരീക്ഷിക്കുന്നുണ്ടോ? ആ ഭയം ഒരു നിഴൽ പോലെ അവളെ വിട്ടുപോകാതെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോഴും അവൾ പലതവണ പിന്നിലേക്ക് നോക്കി. റോഡിൽ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭയം അങ്ങനെയാണ്. യഥാർത്ഥ അപകടം ഇല്ലാത്തപ്പോഴും അത് ഉണ്ടെന്ന് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് തളർത്താൻ ഭയത്തിന് എളുപ്പത്തിൽ കഴിയും. സ്കൂളിലെ ഗേറ്റ് കടന്ന നിമിഷം അവളുടെ നെഞ്ചെടുപ്പ് ക്രമാതീതമായി കൂടി. ഇന്ന് പാറുവിന് സാധാരണ ദിവസമായിരുന്നില്ല. ഇന്ന് ബയോളജി പീരീഡ് ഉണ്ട്. ആ ഒരു ചിന്ത മതിയായിരുന്നു അവളുടെ ശരീരത്തിലെ രക്തം തണുത്തു പോകാൻ. അവൾക്ക് വിറയൽ അനുഭവപ്പെട്ടു. ക്ലാസ്സിലേക്ക് കയറുമ്പോൾ കൂട്ടുകാരികൾ എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. സ്കൂൾ മുറ്റം എപ്പോഴും പോലെ ശബ്ദമുഖരിതമായിരുന്നു. പക്ഷേ പാറുവിന് അതൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. അവൾ തൻ്റെ സീറ്റിൽ പോയി ഇരുന്നു. ബാഗ് മേശപ്പുറത്ത് വെച്ചു. പുസ്തകം തുറന്നു. പക്ഷെ വരികൾക്കിടയിൽ അക്ഷരങ്ങൾ പോലും അവളോട് സംസാരിക്കുന്നില്ല. അവളിലെ പേടി ആ അക്ഷരങ്ങളെ മായ്ച്ചു കളഞ്ഞിരുന്നു. ആദ്യത്തെ 2 പീരീഡുകൾ എങ്ങനെയോ അസ്തമിച്ചു. മൂന്നാമത്തെ ബെല്ലടിച്ചു. ആ ശബ്ദം അവളുടെ ഹൃദയത്തിൽ ഒരു കത്തി പോലെ തറച്ചു. ബയോളജി. വാതിൽ തുറന്നു. സാർ അകത്തേക്ക് വന്നു. മറ്റുള്ള കുട്ടികൾ പതിവ് പോലെ എഴുന്നേറ്റ് നിന്നു. ഗുഡ് മോർണിംഗ് സാർ എന്ന് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. പാറുവും എഴുന്നേറ്റു. പക്ഷെ അവളുടെ കണ്ണുകൾ നിലത്ത് തന്നെയായിരുന്നു. ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് ഒരു നിമിഷം പോലും നോക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഇരുന്നോളൂ, സാർ ശാന്തമായി പറഞ്ഞു. ക്ലാസ് തുടങ്ങി. മറ്റുള്ളവർക്കെല്ലാം സാധാരണമായിരുന്നു. ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, ബോർഡിലെ ഡയഗ്രാമുകൾ. പാറുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു യുദ്ധക്കളമായിരുന്നു. ഇടയ്ക്കിടെ അയാളുടെ നോട്ടം തൻ്റെ നേരെ പതിക്കുന്നതായി അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. അത് തോന്നൽ മാത്രമാണോ, അതോ വാസ്തവമാണോ? ആ സംശയമാണ് അവളെ കൂടുതൽ തളർത്തുന്നത്. ഇപ്പോൾ അവൾക്ക് എന്തിലും ഉറപ്പില്ലാതായിരിക്കുന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സാർ ഒരു ചോദ്യം ചോദിച്ചു. ക്ലാസ്സിൽ ആരും മറുപടി പറഞ്ഞില്ല. നിശബ്ദത തളം കെട്ടി നിന്നപ്പോൾ പെട്ടെന്ന് പാർവതി. ആ ശബ്ദം കേട്ട നിമിഷം അവൾ ഞെട്ടിപ്പോയി. ക്ലാസ്സിലെ എല്ലാവരും കണ്ണുകൾ കൊണ്ട് അവളെ നോക്കി. അവൾ പതിയെ എഴുന്നേറ്റ് നിന്നു. തൊണ്ട വരണ്ടിരുന്നു. ചോദ്യം പോലും അവൾ കേട്ടിരുന്നില്ല. ഉത്തരം അറിയില്ലേ? സാർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ക്ലാസ്സിലെ ചില കുട്ടികൾ ചിരിച്ചു. ആ ചിരി അവൾക്ക് പീഡനം പോലെ തോന്നി. പാറുവിൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അവൾ തലകുനിച്ച് നിന്നു. ഇത്രയും ശ്രദ്ധക്കുറവ് പാടില്ല കേട്ടോ. സാറിൻ്റെ ശബ്ദം സാധാരണമായിരുന്നു. പക്ഷേ പാറുവിന് അതിനുള്ളിൽ മറ്റെന്തോ അർത്ഥം ഒളിഞ്ഞിരിക്കുന്നത് പോലെ തോന്നി. അതൊരു മുന്നറിയിപ്പാണ്. തനിക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു ഭീഷണി.
പിരീഡ് തീരാൻ 5 മിനിറ്റ് ബാക്കി നിൽക്കുമ്പോൾ സാർ ക്ലാസ് മുഴുവൻ നോക്കി. പിന്നെ പറഞ്ഞു, പാർവതി, പിരീഡ് കഴിഞ്ഞ് ഒന്ന് സ്റ്റാഫ് റൂമിലേക്ക് വന്നേക്കണം. ആ വാചകം കേട്ട നിമിഷം അവളുടെ ലോകം വീണ്ടും നിശ്ചലമായി. ശ്വാസം മുട്ടി, കൈകൾ വിറച്ചു. അവൾ അറിയാതെ ബെഞ്ചിൽ മുറുകെ പിടിച്ചു. എന്തിനാ? അവളുടെ മനസ്സ് അലറി ചോദിച്ചു. പക്ഷേ ചുണ്ടുകൾ അനങ്ങിയില്ല. അങ്ങനെ ഒന്ന് ചോദിക്കാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു. ബെല്ലടിച്ചു. സാർ പുറത്തേക്ക് പോയി. കുട്ടികൾ ചിരിച്ചും സംസാരിച്ചും പുറത്തേക്കിറങ്ങി. ആർക്കും ഒന്നും അറിയില്ല. ആർക്കും ഒന്നും മനസ്സിലാവുകയുമില്ല. പാറു മാത്രം അനങ്ങാതെ ശൂന്യമായി ആ സീറ്റിൽ തന്നെ ഇരുന്നു. സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവൾക്ക് ലോകം തന്നെ മരവിച്ചു പോയതുപോലെ തോന്നി. ക്ലാസ് മുറി പതിയെ ഒഴിഞ്ഞു തുടങ്ങി. കുറച്ചു മുൻപ് കുട്ടികളുടെ ചിരിയും സംസാരവും കൊണ്ട് നിറഞ്ഞിരുന്ന ആ മുറി ഇപ്പോൾ അസ്വാഭാവികമായ ഒരു നിശബ്ദതയിലേക്ക് വഴിമാറിക്കൊണ്ടിരുന്നു. ബെഞ്ചുകൾക്കിടയിലൂടെ ഓടി നടന്ന കുട്ടികളുടെ ശബ്ദം അകന്നുപോയി. ഫാനിൻ്റെ ഒരേ താളത്തിലുള്ള മൂളൽ മാത്രം മുറിയിലെ ശൂന്യതയെ ഭേദിച്ചുകൊണ്ട് ബാക്കിയായി. അതൊരു വല്ലാത്ത ശബ്ദമായിരുന്നു. ആ നിശബ്ദതയിൽ പാറുവിൻ്റെ ഹൃദയമിടിപ്പിൻ്റെ താളം പോലും അവൾക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. പാറുവിന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കാലുകൾക്ക് എവിടെയോ എന്തോ വലിയ ഭാരം കയറ്റി വച്ചതുപോലെയായിരുന്നു. കൈകൾ തണുത്തിരുന്നു. വിരലുകൾ അറിയാതെ വിറച്ചുകൊണ്ടിരുന്നു. ഡെസ്കിൽ പിടിച്ച വിരലുകൾക്കിടയിൽ അവൾ തൻ്റെ ഭയത്തെ ഒളിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. സ്റ്റാഫ് റൂമിലേക്ക് പോകണം. ആ ചിന്ത മാത്രം മതി അവളുടെ നെഞ്ചിടിപ്പ് ക്രമാതീതമായി കൂട്ടാൻ. പക്ഷേ പോകാതിരുന്നാൽ അയാളുടെ അടുത്ത നീക്കം എന്തായിരിക്കും? ഫോണിലേക്ക് അയാൾ വീണ്ടും മെസ്സേജ് അയച്ചാലോ? വീട്ടിലേക്ക് അയാൾ വന്നാലോ? ഇന്നലെ അയച്ച ആ ഫോട്ടോ പോലെ അതിലും ഭയാനകമായ എന്തെങ്കിലും അയാൾ പുറത്തുവിട്ടാൽ? അവളുടെ മനസ്സിൽ ചോദ്യങ്ങൾ കടൽത്തിരകൾ പോലെ ആഞ്ഞടിച്ചു കൊണ്ടിരുന്നു. മനുഷ്യന് ഏറ്റവും കൂടുതൽ പേടി തോന്നുന്നത് പലപ്പോഴും സംഭവിച്ച കാര്യങ്ങളെയല്ല, സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളെയാണ്. കാരണം സംഭവിച്ച കാര്യങ്ങൾക്കൊരു രൂപമുണ്ട്, അവയെ നേരിടാം. എന്നാൽ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങൾക്ക് അതിരുകളില്ല. അവ അനിശ്ചിതത്വത്തിൻ്റെ കറുത്ത വിസ്ഫോടനങ്ങളാണ്. പാറുവിൻ്റെ ഭയത്തിനും അതിരുകളില്ലായിരുന്നു. അവൾ പതിയെ ബാഗ് എടുത്തു, എഴുന്നേറ്റു. കാലുകൾക്ക് ഭാരം കൂടിയതുപോലെ തോന്നി. ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ കോറിഡോറിലൂടെ കുട്ടികൾ ഓടി നടക്കുന്നുണ്ടായിരുന്നു. അവർക്കിടയിൽ അവൾ ഒരു തടവുകാരിയെപ്പോലെ തനിച്ചു നിന്നു. ആ മുഖങ്ങളൊന്നും അവൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. എല്ലാം മങ്ങിയതുപോലെ, ഒരു സ്വപ്നത്തിലെ ദൃശ്യങ്ങൾ പോലെ. തലയ്ക്കുള്ളിൽ ഒരു മൂളൽ, നെഞ്ചിനുള്ളിൽ അടക്കാനാവാത്ത ഭാരം. കോറിഡോറിൻ്റെ അറ്റത്ത് സ്റ്റാഫ് റൂം. അവിടെ എത്താൻ കുറച്ച് ചുവടുകൾ മാത്രം. പക്ഷെ ആ കുറച്ച് ചുവടുകൾ പോലും അവൾക്ക് കിലോമീറ്ററുകൾ പോലെ തോന്നി. ഒടുവിൽ അവൾ സ്റ്റാഫ് റൂമിൻ്റെ മുന്നിലെത്തി. വാതിലിനരികിൽ നിന്നപ്പോൾ അവളുടെ ശ്വാസം വേഗത്തിലായി. തിരിച്ചു പോകണമെന്ന് തോന്നി, ഓടിപ്പോകണമെന്ന് തോന്നി. പക്ഷേ കാലുകൾ അനങ്ങിയില്ല. ഭയത്തിൽ നിന്ന് ഓടിപ്പോകാൻ പലപ്പോഴും കഴിയില്ല. കാരണം അത് നമ്മളെക്കാൾ വേഗത്തിൽ പിന്നാലെ വരും. അവൾ പതിയെ വാതിലിൽ മുട്ടി. വാ. അകത്തു നിന്ന് ഒരു ശബ്ദം. ആ ശബ്ദം കേട്ട നിമിഷം തന്നെ അവളുടെ വയറിനുള്ളിൽ ഒരു ഓക്കാനമുയർന്നു. അവൾ അകത്തേക്ക് കയറി. സ്റ്റാഫ് റൂമിൽ അപ്പോഴും അധികം ആളുകളില്ലായിരുന്നു. 2 അധ്യാപകർ രജിസ്റ്റർ നോക്കിക്കൊണ്ടിരുന്നു. ബയോളജി സാർ ജനലിനരികിലെ കസേരയിൽ ഇരിക്കുകയായിരുന്നു. അവളും അയാളും തമ്മിൽ കണ്ണുകൾ ഉടക്കി. അയാളുടെ ചുണ്ടുകളിൽ ഒരു ചെറിയ ചിരി വിരിഞ്ഞു. അത് കണ്ടപ്പോൾ തന്നെ പാറുവിന് കണ്ണ് നിറഞ്ഞു. അതൊരു അധ്യാപകൻ്റെ ചിരിയായിരുന്നില്ല. ഇരയെ നോക്കി വെളുക്കനെ ചിരിക്കുന്ന വേട്ടക്കാരൻ്റെ ചിരിയും നോട്ടവുമായിരുന്നു അത്. എന്താ പാർവതി ഇങ്ങനെ പേടിച്ചിരിക്കുന്നേ? അയാൾ ചോദിച്ചു. അവൾ ഒന്നും പറഞ്ഞില്ല. ഞാൻ കടിച്ചു തിന്നാനൊന്നും പോകുന്നില്ല. അയാൾ വീണ്ടും ചിരിച്ചു. ആ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ നട്ടലിലൂടെ ഒരു തണുപ്പ് പാഞ്ഞുപോയി. ചില വാക്കുകൾക്ക് 2 അർത്ഥമുണ്ടാകും. ചുറ്റുമുള്ളവർ കേൾക്കുമ്പോൾ അതൊരു തമാശയാകാം. പക്ഷേ ആർക്കു വേണ്ടിയാണോ പറയുന്നത് അവർക്ക് മാത്രം അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാകും. പാറുവിന് ആ വാക്കുകൾ ഒരു ഭീഷണിയാണെന്ന് മനസ്സിലായി. ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടോ? അയാൾ ചോദിച്ചു. അവൾ ഞെട്ടി. കൈ അറിയാതെ ഫോണിന് മുകളിൽ പോയി. അയാളുടെ കണ്ണുകൾ അതിൽ തന്നെയായിരുന്നു. സാർ. അവളുടെ ശബ്ദം ഇടറി. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി. ഇപ്പോൾ ശബ്ദത്തിൽ ചിരിയല്ലായിരുന്നു, ഭീഷണി മാത്രം. ആരോടും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ?
അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. അത് കണ്ടപ്പോൾ അയാളുടെ മുഖത്ത് സംതൃപ്തി തെളിഞ്ഞു. അയാൾ മുന്നോട്ട് ചാഞ്ഞിരിഞ്ഞു. അതാണ് നല്ലത്. അയാൾ ശബ്ദം താഴ്ത്തി. നിന്നെ ആരും വിശ്വസിക്കില്ല പാർവതി. നീ എന്തെങ്കിലും പറഞ്ഞാലും ആദ്യം കുറ്റം പറയുന്നത് നിന്നെ ആയിരിക്കും. ആ വാക്കുകൾ അവളെ തകർത്തു. അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ വിശ്വസിക്കുമോ? അമ്മ വിശ്വസിക്കുമോ? എല്ലാവരും ആദ്യം ചോദിക്കുക നീ എന്താണ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ്. അയാളുടെ കൈ ശരീരത്തിൽ തൊട്ടതും പാറു കണ്ണുകൾ ഇറുക്കി അടച്ചു. നീ എന്തിനവിടെ പോയി? നീ എന്തിനു മിണ്ടാതെ നിന്നു എന്ന് തന്നെയായിരിക്കും അവരുടെ ചോദ്യം. ഇരയെ ചോദ്യം ചെയ്യുന്ന ഈ സമൂഹത്തിൽ താൻ ഒറ്റയ്ക്കാണെന്ന തിരിച്ചറിവ് അവളെ ശ്വാസം മുട്ടിച്ചു. ഇനി പൊയ്ക്കോ, അയാൾ പെട്ടെന്ന് പറഞ്ഞു. പാറു ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ പുറത്തേക്കിറങ്ങി. സ്റ്റാഫ് റൂമിൻ്റെ വാതിൽ കടന്ന നിമിഷം അവൾ ശ്വാസം കിട്ടിയതുപോലെ തോന്നി. പക്ഷേ കണ്ണുനീർ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അവൾ നേരെ വാഷ്റൂമിലേക്ക് ഓടി. വാതിൽ അടച്ചതും സിങ്കിൽ കൈ കുത്തിപ്പിടിച്ച് നിന്നു. കണ്ണുനീർ നിയന്ത്രണം വിട്ടൊഴുകി. കരയരുത്, ആരും കാണരുത്. പക്ഷേ അവൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും ദിവസം ഉള്ളിൽ അടച്ചു വെച്ചിരുന്ന ഭയവും അപമാനവും നിസ്സഹായതയും ഒരുമിച്ച് പുറത്തേക്ക് ഒഴുകുകയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് മുഖം കഴുകി. കണ്ണുകൾ ചുവന്നിരുന്നു. കരയാൻ പോലും ശക്തിയില്ലാത്ത അവസ്ഥ. വൈകുന്നേരം സ്കൂൾ വിട്ടപ്പോൾ മഴ പെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആകാശമായിരുന്നു. കറുത്ത മേഘങ്ങൾ മുകളിലാകെ പടർന്നിരുന്നു. പാറുവിൻ്റെ മനസ്സും അതുപോലെ തന്നെ. വീട്ടിലേക്ക് പോകാൻ അവൾക്ക് തോന്നിയില്ല. ആ വീടിൻ്റെ മതിലുകൾ പോലും ഇന്ന് അവളെ ശ്വാസം മുട്ടിക്കുമെന്നായിരുന്നു തോന്നിയത്. അവൾ നേരെ ട്യൂഷൻ സെൻ്ററിലേക്ക് നടന്നു. റോഡിലൂടെ നടക്കുമ്പോൾ പലതവണ പിന്നിലേക്ക് നോക്കി. ആരുമില്ല. എങ്കിലും ഭയം വിട്ടുപോയില്ല. എവിടെയോ ആരോ തന്നെ നോക്കുന്നുണ്ട്. നിഴൽ പോലെ, ശബ്ദമില്ലാതെ, ക്ഷമയോടെ കാത്തിരുന്നുകൊണ്ട്. ട്യൂഷൻ സെൻ്ററിൻ്റെ ഗേറ്റ് കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഇവിടെയെങ്കിലും സുരക്ഷിതയായിരിക്കുമോ? അറിയില്ല. പക്ഷെ ഇപ്പോൾ അവൾക്ക് പോകാൻ അറിയാവുന്ന ഒരേയൊരു സ്ഥലം അതായിരുന്നു. പടികൾ കയറുമ്പോൾ കാലുകൾ വിറച്ചു. വാതിലിനരികിൽ എത്തിയപ്പോൾ ഒരു നിമിഷം അവൾ നിന്നു. അകത്ത് കുട്ടികളുടെ ശബ്ദം കേൾക്കാം. ആ സാധാരണ ശബ്ദങ്ങൾ പോലും അവൾക്ക് വലിയൊരു ആശ്വാസമായി തോന്നി. വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് കണ്ണുനീർ തുടച്ചു. പക്ഷേ എത്ര തുടച്ചാലും അത് വീണ്ടും വീണ്ടും ഒഴുകിക്കൊണ്ടിരുന്നു. ഒടുവിൽ അവൾ വാതിൽ തുറന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി, തകർന്ന മനസ്സുമായി, ആരെയും നോക്കാതെ തല താഴ്ത്തി പതുക്കെ അകത്തേക്ക് കയറി. അപ്പോഴായിരുന്നു ക്ലാസ്സിലെ സംസാരങ്ങൾ ഒരു നിമിഷത്തേക്ക് നിലച്ചത്. ഒരുപാട് കണ്ണുകൾ അവളുടെ നേരെ തിരിഞ്ഞു. അവൾ അത് ശ്രദ്ധിച്ചില്ല. കാരണം അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ണുനീർ കൊണ്ടായിരുന്നു. അവൾക്ക് കാണാൻ കഴിഞ്ഞത് മുന്നിലുള്ള ശൂന്യമായ ഒരു ബെഞ്ച് മാത്രം. അവിടെ ചെന്നിരുന്ന നിമിഷം ഇത്രയും നേരം അടക്കി വെച്ചിരുന്ന ഒരു തേങ്ങൽ വീണ്ടും അവളുടെ തൊണ്ടയിൽ കുടുങ്ങി. അവൾ മുഖം താഴ്ത്തി. ആരും കാണാതിരിക്കാൻ, ആരും ചോദിക്കാതിരിക്കാൻ. പക്ഷേ ആ ക്ലാസ്സിൽ ഒരാൾ ഇതിനോടകം അവളുടെ അവസ്ഥ ശ്രദ്ധിച്ചു കഴിഞ്ഞിരുന്നു.